മാർക്സിസത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് കടന്ന ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ്, വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. മലയാളിയാണ്, എല്ലാവർക്കും അറിയാം, സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ABC ടോക്സിലൊക്കെ വന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള മീഡിയ അക്കാഡമിയിൽ നിന്ന് 1ാം റാങ്കോടുകൂടി ജേർണലിസം പൂർത്തിയാക്കി. പിന്നീട് പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ, മാതൃഭൂമിയിലടക്കം നിരവധി വർഷങ്ങൾ ജോലി ചെയ്ത് SFI നേതാവാണ്. പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒരാൾ സന്യാസം, അതും നാഗസന്യാസിമാരുടെ ഒരു വിഭാഗത്തിലേക്ക് ചേക്കേറുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമി ആനന്ദവനം ഭാരതി, ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ഭുതവും ഒപ്പം തന്നെ വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ശരിക്കും ധന്യ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയമായ തേജസ്സിനെ കുറിച്ചൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ സമയമില്ല. എല്ലാത്തിലും രാഷ്ട്രീയം മാത്രം ജഗഞ്ഞ് രാഷ്ട്രീയം മാത്രം തുപ്പുന്ന മാധ്യമപ്രവർത്തകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദവനം ഭാരതിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും മാതൃകയാക്കുകയൊക്കെ വേണം. പ്രത്യേകിച്ചും കേരള മീഡിയ അക്കാഡമിയിൽ നിലവിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള മീഡിയ അക്കാഡമി എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഒരു അടിമക്കമ്മികളുടെ ഒരു കോട്ടയാണ് യഥാർത്ഥത്തിൽ. ഈ നല്ലൊരു സ്ഥാപനമാണെങ്കിലും അടിമക്കമ്മികളുടെ ഒരു കോട്ടയാണ്. കമ്മിയാകുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ അടിമക്കമ്മി എന്ന് പറയുന്നത് വളരെ ദുരന്ത ആളുകളാണ് ഈ അടിമക്കമ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിമക്കമ്മികളിലെ കോട്ടയിലുള്ള പല ആളുകളും ശരിക്കും ഞെട്ടിപ്പോയി.